വെൽക്കം ഫ്രണ്ട്സ്, ഞാൻ സോബി. ട്രേഡിംഗ് സെക്രട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്കീമാറ്റിക് എക്സ്പ്ലനേഷൻ പാർട്ട് 3 ഓഫ് ദ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ സ്കീമാറ്റിക് എക്സ്പ്ലനേഷൻ മാർക്കറ്റിന്റെ സ്ട്രക്ചർ എന്തിനാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് കറക്റ്റായിട്ട് നമുക്കതിനൊരു ധാരണ ഉണ്ടായിരിക്കണം എന്താണ് നമ്മൾ മാർക്കറ്റിൽ ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്കീമാറ്റിക് എക്സ്പ്ലനേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതോടൊപ്പം നമുക്ക് പല രീതിയിലുള്ള എൻട്രി സെനാരിയോസ് നമുക്ക് മാർക്കറ്റിൽ ഫോം ചെയ്യുന്നത് കാണാനും പറ്റും. അപ്പം നമ്മളുടെ എൻട്രി ഏരിയ എവിടെയായിരിക്കണം, എവിടെയെല്ലാമാണ് എൻട്രിക്ക് വേണ്ടിയിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ സീരീസാണിത്. അപ്പം മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് സമയം കളയാതെ മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ സ്കീമാറ്റിക് എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ഇവിടെ ഒരു സ്വിങ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പറഞ്ഞിരിക്കുന്ന ക്വാളിറ്റിയിലുള്ള ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം ഒരു ലോ ക്രിയേറ്റ് ശേഷം ക്യാൻഡിൽ അതിന് മുകളിൽ ക്ലോസ് ചെയ്തതിനു ശേഷം പ്രൈസ് താഴേക്ക് വരുന്നു. സോ സ്വിങ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ നമ്മളുടെ പോയിന്റ് നമ്പർ 1 സ്വിങ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം ഇവിടെ ഈ ലോ ബ്രേക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഇവിടെ ഒരു സ്വിങ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് രണ്ട് സൈഡിലേക്കും ഉള്ള ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ നോക്കുമ്പോൾ സ്വിങ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ഒരു ഹൈ പ്രോബബിലിറ്റി സോൺ, നമ്മൾ ഈ പ്രീവിയസ് ഏരിയ എന്ന് പറയുമ്പോൾ ഒരു ഹൈ പ്രോബബിലിറ്റി സോൺ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ഹൈ പ്രോബബിലിറ്റി സോൺ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ട്രേഡ് സെറ്റപ്പിൽ അത് ക്വാളിഫൈ ചെയ്യത്തുള്ളൂ. സോ വാട്ട് ഈസ് ഹൈ പ്രോബബിലിറ്റി സോൺ എന്ന് പറയുന്നത്? ബിക്കോസ് ഇവിടെ നിന്ന് പ്രൈസ് മുകളിലേക്ക് വന്നു, ലോ വന്നു, അതിനുശേഷം ഹൈ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ഒരു ലോ വന്നു, പിന്നെ പ്രൈസ് ഇവിടുന്ന് നേരെ ടേക്ക് എ യു ടേൺ അല്ലേ, ഇവിടെ നേരെ പ്രൈസ് മുകളിലേക്ക് പോവാണ്. മുകളിലേക്ക് പോകുന്ന പോക്കിന് ഈ ഒരു ലെഗ് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ, ഇവിടുത്തെ ഒരു ആക്ടിവിറ്റി നോക്കുമ്പോൾ ഇറ്റ് ഈസ് കമ്മിങ് ടു മിറ്റിഗേറ്റ് 50% ഓഫ് ദ പ്രീവിയസ് ഏരിയ. യെസ്, അഗെയിൻ ഇറ്റ് ഈസ് ഗോയിങ് അപ്പ്, ദെൻ അഗെയിൻ ഇറ്റ് ഈസ് കമ്മിങ് ബാക്ക് ആൻഡ് മിറ്റിഗേറ്റിംഗ് ദ 50% ഓഫ് ദ ഏരിയ. ഈ ഒരു ലെഗിൽ നമ്മൾ നോക്കുമ്പോൾ 50% ഓഫ് ദ ഏരിയ ഇറ്റ് ഈസ് കമ്മിങ് ആൻഡ് ടച്ചിങ് അല്ലേ. അപ്പം ഇവിടെ ഈ മിറ്റിഗേഷണൽ മൂവ്മെന്റ് കഴിഞ്ഞു, അതിനുശേഷം അടുത്ത മൂവ്മെന്റ് വരുന്നു. ആ വരുന്ന മൂവ്മെന്റിൽ വീണ്ടും പ്രൈസ് താഴെ വരുന്നു, പിന്നെ പ്രൈസ് മേളിലേക്ക് പോവാണ്. സോ ഇവിടെ ഈ പർട്ടിക്കുലർ ലെഗിലെ 50% ഓഫ് ദ മിറ്റിഗേഷണൽ ഏരിയയിൽ അവിടെ പ്രൈസ് വന്നോ? പ്രൈസ് വന്നിട്ടില്ല. സോ ഇതാണ് നമ്മൾ പറയുന്നത് ഹൈ പ്രോബബിലിറ്റി സോൺ എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് പ്രൈസ് ഒരു യു ടേൺ എടുത്ത് പോയിരിക്കുന്നത്. സോ ആ ഏരിയയിലേക്ക് പ്രൈസ് വരാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. സോ ഹൈ പ്രോബബിലിറ്റി സോൺ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് എന്താണ്, ഇവിടുത്തെ ഇത് ലാസ്റ്റ് മൂവ്മെന്റ് അല്ലെ, ആ യു ടേൺ എടുത്തിരിക്കുന്ന ലാസ്റ്റ് മൂവ്മെന്റിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ പ്രൈസ് ഡിഡ് നോട്ട് കം ബാക്ക് ആൻഡ് മിറ്റിഗേറ്റ് ദ 50% ഓഫ് ദ ഏരിയ. ബിക്കോസ് ഇതിനെ നമ്മൾ പറയുന്നത് S&D ഏരിയ എന്ന് പറയുന്നത്, സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഏരിയ എന്ന് പറയുന്നു. ആ ഏരിയയിൽ പ്രൈസ് വന്ന് ടാപ്പ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ ഹൈ പ്രോബബിലിറ്റി സോൺ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഹൈ പ്രോബബിലിറ്റി സോൺ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ടോട്ടൽ സ്വിങ് എസ്റ്റാബ്ലിഷ് ചെയ്തതിൻ്റെ 50% നമ്മൾ ഇതിനെ കണക്കാക്കുന്നത്. സിമിലർലി ഓൺ ദ ഫ്ലിപ്പ് സൈഡ് ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണ്, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം ലോ ക്രിയേറ്റ് ചെയ്തു, അഗെയിൻ എ ഹൈ ഇസ് ക്രിയേറ്റഡ്, പ്രൈസ് ഇസ് കമ്മിങ് ബാക്ക് അല്ലേ, പ്രൈസ് ഇസ് കമ്മിങ് ബാക്ക്, ദെൻ ഇറ്റ് ഇസ് അഗെയിൻ ക്രിയേറ്റിംഗ് എ ഹൈ അല്ലേ. അതിനുശേഷം ഈ ഒരു ഹൈ പ്രോബബിലിറ്റി സോൺ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എപ്പോഴാണ്? ഹൈ പ്രോബബിലിറ്റി സോൺ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് പ്രൈസ് അവിടുന്ന് നേരെ താഴോട്ട് പോകുന്നു. ഈ പ്രൈസ് താഴേക്ക് വരുന്നവരവിന് എനി ടൈം പ്രൈസ് ഇവിടെ വന്ന് ഈ പർട്ടിക്കുലർ സോണിൽ വന്ന് മിറ്റിഗേഷന് വേണ്ടിയിട്ട് പ്രൈസ് വന്നോ? പ്രൈസ് വന്നിട്ടില്ല. സോ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു പർട്ടിക്കുലർ ഏരിയ എന്ന് പറയുന്നത് ഹൈ പ്രോബബിലിറ്റി സോൺ ആണ്, അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. ബിക്കോസ് പ്രൈസ് ഈ സെക്കൻഡ് മൂവ്മെന്റിന് വന്നിട്ടില്ല. അവിടെ സെക്കൻഡ് മൂവ്മെന്റ് എന്നല്ല, പ്രൈസിന്റെ ആ ഒരു മൂവ്മെന്റിൽ എവിടെ നിന്നാണോ ഇനീഷ്യൽ പോയിന്റ് ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ട്രിഗർ ചെയ്യുന്നതെന്നാണ് നമ്മൾ ചാർട്ടിൽ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന ഏരിയയിൽ പ്രൈസ് തിരിച്ചു വന്നിട്ടില്ല. ബിക്കോസ് ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് പ്രൈസ് നേരെ താഴോട്ട് പോരുവാണ്. അതിനുശേഷം പ്രൈസ് ജസ്റ്റ് മേഡ് എ ലിറ്റിൽ ഹൈ അല്ലേ, നമ്മൾ അതിനുശേഷം പ്രൈസ് വീണ്ടും ഒരു ക്രിയേറ്റഡ് എ ന്യൂ ലോ. സോ ഇവിടെ വരുമ്പോഴത്തേനും ക്രിയേറ്റഡ് എ ന്യൂ ലോ എന്ന് പറയുമ്പോൾ ദിസ് ലോ ഈസ് ടേക്കൻ. സോ എ സ്വിങ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് അല്ലേ, എ വാലിഡ് സ്വിങ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. നമുക്കിവിടെ കാണാൻ പറ്റും. സെയിം കേസിൽ ഇവിടെ നമ്മൾ എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ ഇവിടെ ഒരു സ്വിങ് എസ്റ്റാബ്ലിഷ് ചെയ്തോ. ബിക്കോസ് ഇതാണ് നമ്മുടെ ലോ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഒരു സ്വിങ് എസ്റ്റാബ്ലിഷ് ചെയ്തപ്പം നമ്മളുടെ ഹൈ പ്രോബബിലിറ്റി സോൺ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഹൈ പ്രോബബിലിറ്റി സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈ പ്രോബബിലിറ്റി സോണിന്റെ 50% മാർക്കറ്റ് റിട്രേസ് ചെയ്ത് കയറി വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പം തിരിച്ച് മാർക്കറ്റ് ആ ഏരിയയിലേക്ക് വരുമ്പോഴത്തേനും നമ്മൾ നോക്കുന്നത് എന്താണ്, നമ്മൾ നോക്കുന്നത് ഈ ഹൈ പ്രോബബിലിറ്റി സോണിൽ മാർക്കറ്റിന്റെ ആക്ടിവിറ്റി എന്താണെന്നാണ് നോക്കുന്നത്. ഇവിടുത്തെ പ്രൈസ് മാനിപ്പുലേഷൻ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്.
സോ അവിടുത്തെ പ്രൈസ് മാനിപ്പുലേഷനകത്ത് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താണ് നോക്കുന്നത്, ഈ പർട്ടിക്കുലർ പ്രൈസ് മാനിപ്പുലേഷൻ പ്രൈസ് ഇസ് കമ്മിങ് ടു മിറ്റിഗേറ്റ് എന്ന് പറയുമ്പോഴത്തേനും ഇവിടെയാണ് നമ്മൾ മിറ്റിഗേഷന് വേണ്ടിയിട്ട് നോക്കുന്നത്. സോ നമ്മളെ സംബന്ധിച്ച് മിറ്റിഗേഷൻ എന്ന് പറയുന്നത് ദിസ് വാസ് എ ലെഗ് അല്ലേ, അതിൻ്റെ 50% നമുക്ക് എപ്പോഴും ആ ഒരു മിറ്റിഗേഷണൽ മൂവ്മെന്റിന് വേണ്ടിയിട്ട് കൂട്ടാമല്ലോ. സോ യുവർ എൻട്രി ക്യാൻഡിൽ എന്ന് പറയുന്നത് ഈ ക്യാൻഡിലായിരിക്കും. സോ അതിനുശേഷം നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇറ്റ് ഈസ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ടാർഗറ്റ് ഇമ്മീഡിയറ്റ്ലി നമ്മളുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇത് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കും. ഈ ഒരു ഫസ്റ്റ് ഇവിടം തൊട്ട് ഇവിടം വരെ വരുന്നതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ടാർഗറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ഐഡിയാസ് ഓൾറെഡി ഉണ്ടല്ലോ. പുൾ ബാക്ക് സ്വീപ്പിംഗ് ഇതിന് മുമ്പേ നടന്നിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പം മാർക്കറ്റിൻ്റെ സ്ട്രക്ചറൽ സെറ്റപ്പിൽ നമ്മളിവിടെ നോക്കുന്നത്, ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഈ ഹൈ പ്രോബബിലിറ്റി സോൺ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. സോ ഓൺ ദ ഫ്ലിപ്പ് സൈഡ് ഇവിടെ സെല്ലിംഗ് സൈഡിലും ഹൈ പ്രോബബിലിറ്റി സോൺ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഹൈ പ്രോബബിലിറ്റി സോൺ എന്ന് പറയുന്നത് അൺമിറ്റിഗേറ്റ് ഒരു പർട്ടിക്കുലർ സ്ട്രക്ചറിൽ മിറ്റിഗേഷൻ മൂവ്മെന്റ് നടക്കാതെ അവിടെ നിന്ന് പ്രൈസ് ഒരു സൈഡിലേക്ക് പോകുമ്പോൾ പ്രൈസ് ഒരു സൈഡിലേക്ക് പോവാണ്. ബിക്കോസ് ഇത് മിറ്റിഗേഷണൽ മൂവ്മെന്റിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഇങ്ങനെ പോകുന്ന പ്രൈസ് ഇവിടെ വരെ എത്തിയതിനു ശേഷം ഇവിടെ വന്നായിരുന്നെങ്കിൽ ദിസ് ഈസ് നോട്ട് എ ഹൈ പ്രോബബിലിറ്റി സോൺ. കാര്യം മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ട് പ്രൈസ് ഇങ്ങനെ കയറി പോയായിരുന്നെങ്കിൽ ദിസ് ഈസ് നോട്ട് എ ഹൈ പ്രോബബിലിറ്റി സോൺ. പിന്നെ നമ്മൾ നോക്കുന്ന ഹൈ പ്രോബബിലിറ്റി സോൺ ഏതാണ് നമ്മൾ നോക്കുന്നത്? നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അടുത്ത സ്വിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യുമ്പോഴാണ് നമ്മൾ അടുത്ത ഹൈ പ്രോബബിലിറ്റി സോൺ നമ്മൾ നോക്കുന്നത്. അതാണ് അതിനകത്തെ കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ക്ലിയർ ആയിട്ട് നമുക്ക് എവിടെയാണോ ഹൈ പ്രോബബിലിറ്റി സോൺ ഫോം ചെയ്യുന്നത് എന്ന് നമുക്കിത് കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ ആ ലിറ്റിൽ ഹൈ, അതായത് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, അങ്ങനെ നമ്മളൊരു സ്ട്രക്ചറൽ വേയിൽ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അവിടെ ഒരു ഹൈ പ്രോബബിലിറ്റി സോൺ ആണോ ഫോം ചെയ്തിരിക്കുന്നത് എന്ന്. സോ നമ്മളെ സംബന്ധിച്ച് ഹൈ പ്രോബബിലിറ്റി സോൺ എന്ന് പറയുമ്പോഴും നമ്മളുടെ ഈ സ്വിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് കൊണ്ടും അതിൻ്റെ പ്രീവിയസ് ഏരിയയുടെ 50% ആയതുകൊണ്ടും നമ്മൾ ഇവിടെ നോക്കുന്നത് ഈ 50%ൻ്റെ ബോട്ടം വരുന്ന ഏരിയയിലാണ് നമ്മൾ ഹൈ പ്രോബബിലിറ്റി സോൺ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഒരു സ്വിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് കൊണ്ടും നമ്മൾ ഈ സ്വിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഏരിയയുടെ 50%ന് മുകളിൽ പ്രൈസിൻ്റെ പ്രൈസ് മാനിപ്പുലേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളെ സംബന്ധിച്ച് ഹൈ പ്രോബബിലിറ്റി സോൺ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ വെൻ ദ പ്രൈസ് നമുക്കിവിടെ പ്രൈസ് നമ്മളുടെ ഈ ഹൈ പ്രോബബിലിറ്റി സെറ്റ് സോണിലേക്ക് വരുമ്പോഴത്തേനും നമ്മൾ ഐഡിയലി നമ്മൾ എന്താണ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ആ പാറ്റേൺ ഇവിടെ പ്ലേ ഔട്ട് ചെയ്യണം. സോ പാറ്റേൺ ഈസ് ഓൾവേസ് സെയിം അല്ലേ? പാറ്റേൺ ഈസ് ഓൾവേസ് സെയിം ബിക്കോസ് ദ ലിറ്റിൽ സീക്രട്ട് ലോ ഇസ് മെയ്ഡ്, ഹൈ ഇസ് മെയ്ഡ്, ലോ ഇസ് ടേക്കൻ, ഹൈ ഇസ് ടേക്കൻ, പ്രൈസ് ഇസ് കമ്മിങ് ടു മിറ്റിഗേറ്റ് എന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെയും സെയിം അത് നമ്മൾ നോക്കുന്നത്. പക്ഷേ ഇവിടെ രണ്ടിടത്തും നമ്മൾ നോക്കുമ്പോൾ ഈ ഹൈ പ്രോബബിലിറ്റി സോൺ എന്ന് പറയുന്നത് എപ്പോഴും ലോവർ ടൈം ഫ്രെയിമിലായിരിക്കും നമ്മളിവിടെ എൻട്രിക്ക് വേണ്ടിയിട്ട് നോക്കുന്നത്. മേ ബി 1 മിനിറ്റ് ഓർ മാക്സിമം 3 മിനിറ്റ്. അപ്പോൾ 1 മിനിറ്റിൽ ആണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഫോർമേഷൻ ക്ലിയർ ആയിട്ട് അവിടെ കിട്ടുന്നുണ്ടെങ്കിൽ യു ഗെറ്റ് ഇൻ ടു ദ എൻട്രി. ക്ലിയർ ആയിട്ട് കിട്ടണം, എയ്തർ ഓൺ എ ബോഡി സൈഡ് ഓർ ക്യാൻഡിൽസ്റ്റിക്സിൻ്റെ ബോഡി വൈസ് വെച്ചിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് ക്യാൻഡിൽസ്റ്റിക്സിൻ്റെ വിക്സ് കൺസിഡർ ചെയ്തുകൊണ്ടാണെങ്കിലും നമുക്ക് ക്ലിയർ ആയിട്ട് അവിടെ അത് ഫോം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് വിക്സോടുകൂടി കൺസിഡർ ചെയ്യുമ്പോഴും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് എൻട്രി കാണുന്ന സമയത്ത് മാത്രമേ നമ്മളവിടെ എൻട്രിക്ക് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. അതാണ് അതിനകത്തെ കാര്യം. ബിക്കോസ് തിരിച്ചുള്ള മാർക്കറ്റിലേക്കുള്ള മൂവ്മെൻ്റ് ആണെങ്കിൽ ഇങ്ങനത്തെ ഏരിയയിൽ ദർ വിൽ ബി ലോട്ട് ഓഫ് പാർട്ടിസിപ്പൻസ്. അതുകൊണ്ടാണ് പ്രൈസ് ആ ഒരു ഹൈ പ്രോബബിലിറ്റി സോണി വന്നിട്ട് ഇതുപോലെ എല്ലാവരും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈവൻ സ്മോളർ ടാർഗറ്റിനാണെങ്കിൽ പോലും 10-15 പോയിന്റ്സിൻ്റെ ടാർഗറ്റിനാണെങ്കിൽ പോലും ഇഫ് യു ആർ ഗെറ്റിംഗ് ആൻ എൻട്രി ഹിയർ ഇമ്മീഡിയറ്റ്ലി നമുക്കത് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രേഡ് ഒരു ചെറിയ സമയം പോലും ലാസ്റ്റ് ചെയ്തില്ല, അതിനിപ്പുറം തന്നെ അത് എക്സിക്യൂട്ട് ആയി പോയിക്കോളും. അപ്പോൾ നമ്മൾ അവിടെ നോക്കിയിരുന്നതിന് ശേഷം അവിടെ നോക്കിയിരുന്ന ഓൺ ദ തേർഡ് ലെഗിൽ അല്ലെങ്കിൽ ഈ ഒരു ലോ ഇസ് മെയ്ഡ്, ഹൈ ഇസ് മെയ്ഡ്, ലോ ഇസ് ടേക്കൻ, ഹൈ ഇസ് ടേക്കൻ, പ്രൈസ് ഇസ് കമ്മിങ് ടു മിറ്റിഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു പോയിന്റിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് നോക്കിയിട്ട് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവിടെ വരുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ എത്ര ഒരു 10 പോയിന്റ് മാർക്കറ്റ് കയറുമ്പം നമ്മൾ നോക്കി വെച്ചിരിക്കുന്ന സ്ട്രൈക്ക് പ്രൈസിന് എത്ര പ്രീമിയം ഡിഫറൻസ് വരും എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. അപ്പോൾ ആ ഡിഫറൻസിൽ നമ്മൾ ഈവൻ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും ഒരു ബൈ ആൻഡ് സെല്ല് നമ്മൾ പ്ലേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും അത് higher the possibility that it will be executed within seconds. അതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം അങ്ങനത്തെ സ്കാൽപ്പിംഗ് ടെക്നിക്സുകളെല്ലാം നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ആ ഒരു ക്വാളിറ്റിയിലേക്കാണ് നമ്മളെല്ലാവരും വളർന്നു വരേണ്ടത്.
അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ബിക്കോസ് നമ്മളിവിടെ ഇത് എത്ര പേര് ഈ ഒരു സ്ട്രക്ചറിൽ ഇങ്ങനെ നോക്കി, അതായത് ഈ 5%, 95% ഓഫ് ദ ട്രേഡേഴ്സ് ആർ ലൂസിങ് അല്ലേ, ബിക്കോസ് ദേ ഡോണ്ട് നോ ദ സ്ട്രക്ചർ. എവിടെ എൻട്രി ചെയ്യണം, എവിടെ എൻട്രി ചെയ്യേണ്ടെന്ന് അറിയില്ല. 5% ഉള്ളൂ സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാർ. സോ 5% ഈ സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നമ്മളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. വാട്ട് ഇസ് ദ പ്രോബ്ലം? അപ്പോൾ ആ ഏരിയയിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ വാട്ട് ഇസ് ഹാപ്പനിങ്, മാർക്കറ്റ് അവിടെ നോർമലി അവിടെ ഒരു ഓട്ടോമാറ്റിക്കലി ഒരു പുഷ് അവിടെ വരും. മാർക്കറ്റിൽ ഒരു ബൈങ് സെനാരിയോ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കും. അപ്പം അതിലാണ്. അതുപോലെ തന്നെ ഇവിടെ അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു ഓൺ എ ലോവർ ടൈം ഫ്രെയിം, ബിക്കോസ് ഇവിടെ പ്രൈസിന്റെ ആ ഒരു മാനിപ്പുലേറ്റീവ് ആക്ടിവിറ്റി 1 മിനിറ്റിന്റെ സ്ട്രക്ചറിൽ മാത്രമേ നമുക്ക് ഈ ഏരിയയിലോട്ട് വരുമ്പം നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ അത് നടക്കും. ബിക്കോസ് നമ്മൾ ഓൺ എ ലോവർ ടൈം ഫ്രെയിം മൊമെന്റം ഈസ് ഡെവലപ്പിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ബിക്കോസ് ടൈമിന്റെ ഫ്രാക്ടൽസി നമ്മൾ നോക്കുമ്പോൾ മൊമെന്റം ഡെവലപ്പ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ലോവർ ടൈം ഫ്രെയിമിൽ മാത്രം നമുക്ക് അതിനെപ്പറ്റി. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഹൈ പ്രോബബിലിറ്റി സോണിൽ, ഈ സപ്പോസ് ഇതിപ്പം ഒരു 45 മിനിറ്റ്സിന്റെ സ്ട്രക്ചർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളിവിടെ എല്ലാം മാർക്ക് ചെയ്ത് വെച്ച് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഹൈ സോണും എല്ലാം മാർക്ക് ചെയ്ത് വെച്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുക. അതിനുശേഷം പ്രൈസ് ഈ ഏരിയയിലോട്ട് വരുമ്പോഴത്തേനും നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ തന്നെ 50 മിനിറ്റ്സിലേക്ക് തന്നെ നമ്മൾ പോയിട്ട് എൻട്രി എടുക്കാൻ പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് ആ ഒരു ക്വാളിറ്റിയിലുള്ള എൻട്രി, എക്സാക്റ്റ് ഒരു പ്രിസിഷൻ എൻട്രി നമുക്ക് കിട്ടാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് പറയുന്നത് ടൈമിന്റെ ഫ്രാക്ടൽസിലെ മൊമെന്റം എവിടെയാണോ ഹാപ്പൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ആ ലോവർ ടൈം ഫ്രെയിമിൽ ഇവിടെ 1 മിനിറ്റ് ഓർ 3 മിനിറ്റിൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കാം. ഓൾറെഡി ഞാൻ പറഞ്ഞു, ഓൾറെഡി നമ്മുടെ ചാനലിൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ്, നമ്മൾ എങ്ങനെയാണ് കാൻഡിൽ സ്റ്റിക്സിന്റെ ബോഡി ഫോർമേഷൻ കറക്റ്റായിട്ട് ഫോം ചെയ്ത് ക്ലബ് ചെയ്യുമ്പോൾ നമ്മൾ പല പല കാൻഡിൽ സ്റ്റിക്സ് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് നമ്മൾ കാൻഡിൽ സ്റ്റിക്സ് ഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാതെ തന്നെ നമുക്കറിയാൻ പറ്റും കാൻഡിൽ സ്റ്റിക്സിന്റെ ബോഡി ഫോർമേഷൻ എങ്ങനെയാണ് അവിടെ വന്നിരിക്കുന്നതെന്ന്. ഓൾറെഡി നമ്മുടെ ചാനലിൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിതെല്ലാം പ്രാക്ടീസാണ് നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അങ്ങനെ മാർക്കറ്റിന്റെ ഒപ്പം കുറേ നാൾ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഡൗൺ ദ ലൈൻ 1 ഇയർ 1.5 ഇയർ 2 ഇയർ യു ആർ ഗെറ്റിംഗ് ഇൻ ടു എ പ്രൊഫഷണൽ ട്രേഡിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ നമ്മുടെ പാറ്റേണിക് മൂവ്മെന്റിൽ, അതായത് നമ്മുടെ ലിറ്റിൽ സീക്രട്ട് സോങ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അതേ ക്വാളിറ്റിയിൽ ഓൺ എ ലോവർ ടൈം ഫ്രെയിം 1 മിനിറ്റിൻ്റെയോ 3 മിനിറ്റിൻ്റെയോ സ്ട്രക്ചറിൽ നമ്മൾ നോക്കുമ്പോൾ പാറ്റേൺ ഈസ് സെയിം അല്ലേ. ലോ ഇസ് മെയ്ഡ്, ഹൈ ഇസ് മെയ്ഡ്, ഹൈ ഇസ് ടേക്കൻ, ലോ ഇസ് ടേക്കൻ, പ്രൈസ് കം ടു മിറ്റിഗേറ്റ് ആൻഡ് ഇറ്റ് വെന്റ് അപ്പ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ലോ ഇസ് മെയ്ഡ്, ഹൈ ഇസ് മെയ്ഡ്, ലോ ഇസ് ടേക്കൻ, ഹൈ ഡിഡ് നോട്ട് ടേക്ക്, ഇങ്ങനെ വന്നു. അപ്പോൾ ഇങ്ങനെ പ്രൈസ് മുകളിൽ വന്നു, അതിനുശേഷം പ്രൈസ് ഇങ്ങനെ താഴോട്ട് വരുവാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേനും നമ്മൾ നോക്കുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ നോക്കുന്നത് ലിറ്റിൽ സീക്രട്ടിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രൈസ് ഇസ് കമ്മിങ് ടു മിറ്റിഗേറ്റ് എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ പോയിന്റ് ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഓൺ ദ ലോവർ സൈഡ്, മനസ്സിലായോ? ഓൺ ദ ലോവർ സൈഡ് എവിടെയാണോ അവിടെ 50% മാർക്കറ്റ് മിറ്റിഗേഷന് വന്നേണ്ടി വരുമ്പോഴാണ് യു വിൽ ബി ഗെറ്റിംഗ് എൻഗേജ്ഡ് അല്ലേ. ഇവിടെയാണ് നമ്മൾ എൻട്രിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യം. സോ അത് നമ്മൾ ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. നമ്മൾ പല ഇതിനകത്ത് നമ്മൾ ഓൺ എ ബ്രോഡർ ലെവൽ എങ്ങനെയാണ് മാർക്കറ്റിന്റെ സ്ട്രക്ചറിലേക്ക് പോകുന്നത് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് ലെവലിലേക്ക് നമ്മൾ കടക്കുമ്പോഴത്തേനും ഇത് നമുക്ക് ആദ്യമേ പറഞ്ഞ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് അതെല്ലാം കൂടെ കോംപ്ലിക്കേറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ ഇരിക്കും. ഇപ്പം ഞാനിത് പറഞ്ഞതുകൊണ്ട് ഓൺ എ സിമ്പിൾ നോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കൃത്യമായിട്ട് മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് അതിനത്തെ കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത്, സോ എന്താണ് ഇവിടുത്തെ കാര്യം എന്ന് പറയുന്നത്, എ ലോ ഈസ് മെയ്ഡ്, എ ഹൈ ഈസ് മെയ്ഡ്, ലോ ഈസ് ടേക്കൻ ആൻഡ് വി ആർ നോട്ട് ഗോയിങ് ടു ടേക്ക് എൻട്രി ഇഫ് ദിസ് ഹൈ ഈസ് നോട്ട് ടേക്കൻ. കാര്യം പിടികിട്ടിയോ? അപ്പോൾ ഇഫ് ദിസ് ഹൈ ഈസ് ടേക്കൻ ദെൻ പ്രൈസ് വിൽ കം ബാക്ക്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പം ഈ പ്രൈസ് മാനിപ്പുലേഷനകത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നത്, പ്രൈസ് എവിടെ നിന്നാണ് പോയിരിക്കുന്നത്, ഇവിടെ നിന്നാണ് പ്രൈസ് പോയിരിക്കുന്നത്. സോ ഇനീഷ്യൽ പോയിന്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഏതാണ്, ഈ ലെഗ് ആണ് അല്ലേ, ഈ ലെഗ്, ഇത് രണ്ടും. അപ്പോൾ ഇനീഷ്യൽ പോയിന്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫോർ ദ പ്രൈസിന്റെ അപ്സൈഡ് മൂവ്മെന്റിലേക്ക് ഇവിടെ നിന്നാണ് വിട്ടുപോയിരിക്കുന്നത്. ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞത്, സെയിം തിങ് അല്ലേ. അപ്പോൾ ഇവിടെ നിന്നാണ് ഇനീഷ്യൽ മൂവ്മെന്റ് പോയിരിക്കുന്നത്. ഈ പ്രൈസ് ഇങ്ങോട്ട് താഴേക്ക് വന്നോ, പ്രൈസ് ഇതിന്റെ ഇനീഷ്യൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഏരിയയിലേക്ക് തിരിച്ചു വന്നോ. സോ ഓൺ എ സ്മോളർ സ്കെയിൽ അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യങ്ങളിൽ ചെറിയ മാർക്കറ്റ് സ്ട്രക്ചറിന്റെ ക്രിയേറ്റിവിറ്റിക്കകത്തും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവിടുത്തെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഏരിയ യു വിൽ ബി ഐഡന്റിഫൈങ്. മനസ്സിലായോ? അപ്പം ഈ നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഏരിയ ഉണ്ട്. പക്ഷെ മോർ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഏരിയ എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ ലെഗിലായിരിക്കും സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഏരിയ എന്ന് പറയുന്നത്. അപ്പം വെൻ പ്രൈസ് ഇസ് കമ്മിങ് ടു മിറ്റിഗേറ്റ് ഓൺ ദ അൺമിറ്റിഗേറ്റഡ് ഏരിയ ഓർ ദ 50% ഏരിയ ഓഫ് ദ അൺമിറ്റിഗേറ്റഡ് ഏരിയ. പിടിയോ? അപ്പൊ അങ്ങനെ വരുമ്പം സോങ്ങിനകത്തെ നമ്മളുടെ സോങ് ഇച്ചിലൂടെ ക്ലിയർ ആയിട്ട് അത് പാടാൻ തുടങ്ങി. അപ്പം അവിടെയാണ് നമ്മളുടെ എൻട്രി ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇവിടെ മാത്രമേ നമുക്ക് പ്രിസിഷൻ എൻട്രി മാർക്കറ്റിൽ കാണാൻ പറ്റത്തുള്ളൂ.
സിമിലർലി ഓൺ ദ ഫ്ലിപ്പ് സൈഡ് യു വിൽ ബി സീയിങ് ദ സെയിം സെറ്റപ്പ്. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് സ്വിംഗ് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് യു ആർ അണ്ടർസ്റ്റാൻഡിങ് ദ നെറേറ്റീവ് അല്ലെ 50% ഓഫ് ദ ഏരിയ. അതിന് മുകളിൽ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യു ആർ സീയിങ് ദ ലിറ്റിൽ സോങ് ഇസ് ബീങ് സങ്. അപ്പോൾ ഇനീഷ്യൽ പോയിന്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് താഴേക്ക് ഇങ്ങനെ വരുവാണ് അല്ലേ, പ്രൈസ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം പ്രൈസ് ഇവിടെ വന്നു. അപ്പോൾ ദിസ് ഈസ് ദ ഇനീഷ്യൽ പോയിന്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. എന്തുകൊണ്ടാണ് ഇനീഷ്യൽ പോയിന്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഇതാണ്? ബിക്കോസ് പ്രൈസ് മിറ്റിഗേഷൻ ചെയ്യാതെ പ്രൈസ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇവിടെ പ്രൈസ് കയറി വന്നു. സി ഇങ്ങനെ വന്നു, പ്രൈസ് ലോ ഇസ് ക്രിയേറ്റഡ്, ദെൻ പ്രൈസ് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇവിടെ നിന്ന് ശേഷം പ്രൈസ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ മിറ്റിഗേഷൻ വേണ്ടിയിട്ട് പ്രൈസ് കയറി വന്നോ? ഇല്ല, ഇവിടം വരെ വന്നുള്ളൂ. അപ്പം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ 50% ഏരിയ ഓഫ് ദിസ് വൺ ഓൺ എ ലോവർ ടൈം ഫ്രെയിമിലുള്ള സ്ട്രക്ചറിലാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പോൾ അവിടെ കൃത്യമായിട്ട് പ്രൈസിന്റെ മിറ്റിഗേഷൻ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള വഴി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വെൻ ദ പ്രൈസ് ഈസ് കമ്മിങ് ഹിയർ ടു മിറ്റിഗേറ്റ് ഓക്കെ ഓൺ എ ലോവർ ടൈം ഫ്രെയിം, ഒന്നും നോക്കണ്ട, ഷോർട്ട് ഇറ്റ്. അതാണ് എൻട്രി സെനാരിയോ. ബട്ട് വെയർ ഓൺ എ റിയൽ അക്കൗണ്ടില്ല, ഡെമോ അക്കൗണ്ടിൽ. ബിക്കോസ് അതാണ് അതിനകത്തെ കാര്യം. നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പഠിച്ച് ഡെമോ അക്കൗണ്ടിൽ ഡമ്മി ട്രേഡ് ചെയ്യുന്ന കാര്യത്തെ പറ്റിയാണ് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ഓക്കെ, നൗ ഡമ്മി ട്രേഡ് ആണ് ഇത്. ഡെമോ അക്കൗണ്ടിൽ നമുക്ക് ഇതിങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ പഠിച്ച് ചെയ്തതിന് ശേഷം മാത്രം കുറേ നാളുകൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് ഇഫ് യു ആർ കോമ്പീറ്റന്റ് ഇനഫ് ടു ഗെറ്റ് ഇൻ ടു ദ മാർക്കറ്റ്, ആ സമയത്ത് മാത്രമേ നമ്മൾ ഇതിനകത്ത് കയറാൻ പാടുള്ളൂ. ബിക്കോസ് ഇതൊരു എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമാണ്. ഇതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റ് സ്ട്രക്ചറിന്റെ അല്ലെങ്കിൽ മാർക്കറ്റിന്റെ സ്കീമാറ്റിക് എക്സ്പ്ലനേഷൻസ്, എവിടെയാണ് എൻട്രി ഫോം ചെയ്യുന്നത്, എവിടെയാണ് നമ്മളുടെ പർട്ടിക്കുലർ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്, ഹൈ പ്രോബബിലിറ്റി സോൺ നമ്മൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഹൈ പ്രോബബിലിറ്റി സോൺ ഇഫ് നമ്മളുടെ ബിഗ് പ്ലെയറിന് എഗനിസ്റ്റ് നമ്മൾ പോകുമ്പോൾ നമ്മളും അവരുടെ ഒപ്പമായിരിക്കണം നമ്മളുടെ ചിന്താഗതി എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് മാർക്കറ്റ് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. സോ അവരെന്താണോ ചെയ്യുന്നത് അതുപോലെ നമ്മളും ചെയ്യാൻ പഠിക്കുക. സോ അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിന് ഒത്തിരി അധികം പ്രാക്ടീസിൻ്റെ ആവശ്യമുണ്ട്. പ്രാക്ടീസ് ചെയ്ത് നമ്മളിത് ഡെമോ ലൈവ് മാർക്കറ്റിൽ ചാർട്ട് ഫോം ചെയ്യുന്ന സമയത്ത് ഡെമോ ചെയ്ത് കുറേ നാൾ കഴിയുമ്പോഴത്തേന് യു വിൽ ബി ഗെറ്റിംഗ് ദ നരേറ്റീവ് ഓഫ് ദ മാർക്കറ്റ്. യു വിൽ ബി സീയിങ് എൻ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പം നമ്മൾ ഇത് പഠിക്കാതെ പോയി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാട്ട് ആർ യു ഡൂയിങ് ഇൻ ദ മാർക്കറ്റ്? യു ആർ എ ഗാംബിളർ അല്ലേ. ഐ എം ടീച്ചിങ് യു ടു ബിക്കം എ പ്രൊഫഷണൽ ട്രേഡർ. അത് ട്രേഡിംഗ് സീക്രട്ട് ചാനലിൽ കൂടെ മാത്രമേ ഇത് പറയുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്തെ മാർക്കറ്റിന്റെ സ്കീമാറ്റിക്സ് വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഇത് ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. ബിക്കോസ് ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ പഠിക്കേണ്ട കാര്യങ്ങൾ ഇൻഫർമേഷൻ ഫ്ലോ ടൂ മച്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം നമ്മുടെ മനസ്സിൽ നിൽക്കത്തില്ല. സോ മേക്ക് എ നോട്ട്സ് ഓഫ് ദിസ് ലിറ്റിൽ വീഡിയോ ആൻഡ് സ്റ്റാർട്ട് പ്രിപ്പയറിങ്. അതിനുശേഷം വീണ്ടും നമ്മൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് വീണ്ടും മുന്നോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പം ഇതിങ്ങനെ പഠിച്ചാൽ തീരുക എന്നുള്ളതല്ല. ഇപ്പം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിനകത്തെല്ലാം ചെറിയ ക്വാളിറ്റി അഡീഷൻസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. സോ സ്ലോലി യു ആർ ഗെറ്റിംഗ് ഇൻ ടു ദ അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് സ്റ്റഡി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് സ്റ്റഡിയിലേക്ക് നമ്മൾ പതുക്കെ സ്റ്റെപ്പ് എടുത്ത് വെച്ച് കയറി വരുമ്പോഴാണ് യു വിൽ ബി സീയിങ് എൻ നമ്പർ ഓഫ് എൻട്രീസ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് പല രീതിയിൽ നമുക്ക് ഇതിനെ അനലൈസ് ചെയ്യാൻ പറ്റും. പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെ മാർക്കറ്റ് കയറി വരുമ്പോഴത്തേനും പുൾ ബാക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യും. 1 അവറിന്റെ സ്ട്രക്ചറിലാണെങ്കിൽ പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ, അതൊരു 50% ഓഫ് ദ ഏരിയ ആണോ, അവിടെ ഫ്രാക്ടൽ ഡെലിവറി ഓഫ് വോളിയത്തിന്റെ ആക്ടിവിറ്റി എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, ആർ ദ ഇൻഡ്യൂസിങ് എൻട്രി, വോളിയം പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ പുഷ് ചെയ്ത വോളിയം ക്യാൻഡിലിന്റെ മുകളിലാണോ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എങ്കിൽ യു ഗെറ്റ് ഇൻ ടു എൻട്രി. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇവിടെ എൻട്രിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നു. അപ്പം അങ്ങനെ നമ്മൾ പല ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റിൽ ഡെമോ അക്കൗണ്ടിൽ ഇങ്ങനെ നമ്മൾ നോക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും യു വിൽ സി എൻ നമ്പർ ഓഫ് എൻട്രീസ്. അപ്പോൾ ഇന്നത്തെ ഒരു സ്മോൾ വീഡിയോ ആണ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. ബിക്കോസ് എല്ലാം കൂടെ പറഞ്ഞ് എനിക്ക് കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളെ ഐ ഡോണ്ട് വാണ്ട് ടു ലൂസ് യു ഓൾ. ഓക്കെ, സോ ബി വിത്ത് മീ. ട്രേഡിംഗ് സീക്രട്സിൻ്റെ ചാനലിൽ കൂടെ നമ്മൾ പ്രൊഫഷണൽ ട്രേഡേഴ്സ് ആയിട്ട് മാറുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ക്ഷമയോടുകൂടി ഇത് കണ്ടതിന് നന്ദി. അതുപോലെ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. കമൻസുകളൊക്കെ ധാരാളം എഴുതുക, ഞാൻ എല്ലാം വായിക്കുന്നുണ്ട്. താങ്ക് യു ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.